ഇന്നൊരു സ്പെഷ്യൽ വീഡിയോയുമായാണ് മോളിവുഡ് നിങ്ങളിലേക്ക് വരുന്നത് ഫ്രണ്ട്സ്. വിഷുവിനോടനുബന്ധിച്ച് റിലീസാകാൻ പോകുന്ന വമ്പൻ സിനിമകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തി ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. പ്രേക്ഷകരായ നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിന്റെ വിജയം. ഫസ്റ്റ് മൂവി പാട്രിയോട്ട്. മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി മോഹൻലാലും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് പാട്രിയോട്ട്. ഈ ചിത്രത്തിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെ കൂടാതെ ഫഹദ് ഫാസിൽ, നയൻതാര, കുഞ്ചാക്കോ ബോബൻ, രേവതി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഫഹദ് ഫാസിലാണ് ഈ ചിത്രത്തിൽ വില്ലൻ വേഷത്തിലെത്തുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും 18 വർഷത്തിന് ശേഷം ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. കൊച്ചി, ലണ്ടൻ, അസർബൈജാൻ, തായ്ലാൻഡ്, ദില്ലി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തീകരിച്ചത്. പ്രേക്ഷകർ കാത്തിരിക്കുന്ന മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ സിനിമ ഏപ്രിൽ 23 തിയേറ്ററിലെത്തും. അടുത്ത മൂവി മോഹിനിയാട്ടം. ഭരതനാട്യം എന്ന ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് മോഹിനിയാട്ടം. കൃഷ്ണദാസ് മുരളിയുടെ സംവിധാനത്തിൽ സൈജു കുറുപ്പാണ് ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. സൈജു കുറുപ്പിന്റെ 150ാമത്തെ ചിത്രമെന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. സൈജു കുറുപ്പിനെ കൂടാതെ കലാരഞ്ജിനി, ശ്രീജ രവി, വിനയ് ഫോർട്ട്, ജഗദീഷ്, സുരാജ് വെഞ്ഞാറമൂട് ഇങ്ങനെ ഒരു വലിയ താരനിര തന്നെ ക്രൈം ത്രില്ലർ ഡാർക്ക് കോമഡിയായ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. വിഷു റിലീസായി ഏപ്രിൽ 10 ഈ സിനിമ തിയേറ്ററിലെത്തും. അടുത്ത മൂവി ആട് 3. ആട് 1 തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും ആട് 2 തിയേറ്ററിൽ വൻ വിജയമായിരുന്നു. അതിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു ഫാൻറ്റസി ആക്ഷൻ കോമഡി ചിത്രമായ ആട് 3 തിയേറ്ററിലെത്തുന്നത്. ജയസൂര്യ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് രചനയും സംവിധാനവും നിർവഹിച്ച ഫാൻറ്റസി ആക്ഷൻ കോമഡി ചിത്രമായ ആട് 3യിൽ ടൈം ട്രാവലർ മിഷൻ പോലുള്ള ഫാൻറ്റസി ഘടകങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളുണ്ട്. ഈ ചിത്രത്തിൽ ജയസൂര്യ കൂടാതെ സൈജു കുറുപ്പ്, വിനായകൻ, സണ്ണി വെയിൻ, ഇന്ദ്രൻസ് തുടങ്ങിയ വലിയ താരം തന്നെ ഇതിൽ അണിനിരക്കുന്നുണ്ട്. ഏകദേശം 35 കോടി ചെലവ് വരുന്ന ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഫ്രൈഡേ ഫിലിം ഹൗസും കാവ്യ ഫിലിംസ് കമ്പനിയും ചേർന്നാണ്. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം മാർച്ച് 19 തിയേറ്ററുകളിലെത്തും. അടുത്ത മലയാള മൂവി ദൃശ്യം 3. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം 3. 1ഉം 2ഉം ഭാഗങ്ങൾ ബോക്സ് ഓഫീസിൽ വൻ വിജയമായതിനെ തുടർന്ന് 3ാം ഭാഗത്തിനായി പ്രേക്ഷകർ അക്ഷമരായി കാത്തിരിക്കുന്നത്. ഈ ചിത്രത്തിൽ മോഹൻലാലിനെ കൂടാതെ മീന, അൻസിബ ഹസൻ, എസ്തർ അനിൽ എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ജോർജ് കുട്ടിയുടെ കുടുംബത്തിലും അവരുടെ ജീവിതത്തിലും സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ദൃശ്യം 3 നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ഇറങ്ങുന്ന ദൃശ്യം 3 ബോക്സ് ഓഫീസിൽ വൻ വിജയമാകുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഈ ചിത്രം റിലീസിന് മുന്നേ തന്നെ വിതരണാവകാശത്തിലൂടെ 350 കോടി രൂപ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏപ്രിൽ 2 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ചിത്രം റിലീസിനെത്തും. അടുത്ത മൂവി ഒറ്റക്കൊമ്പൻ. സുരേഷ് ഗോപിയുടെ 250ാം ചിത്രമായ ഒറ്റക്കൊമ്പൻ സംവിധാനം ചെയ്യുന്നത് മാത്യു തോമസ് ആണ്. ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ സുരേഷ് ഗോപി കൂടാതെ ഇന്ദ്രജിത് സുകുമാരൻ, ബിജു മേനോൻ, ലാൽ, ചെമ്പൻ വിനോദ്, വിജയരാഘവൻ, ജോണി ആന്റണി എന്നിങ്ങനെയുള്ള വലിയ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. ഒരു മാസ് ആക്ഷൻ ത്രില്ലർ ചിത്രമായ ഒറ്റക്കൊമ്പനിൽ കടുവാക്കുന്നിൽ കുറുവച്ചൻ എന്ന കഥാപാത്രത്തെയാണ് സുരേഷ് ഗോപി അവതരിപ്പിക്കുന്നത്. ഏറെക്കാലത്തിന് ശേഷം സുരേഷ് ഗോപി ഒരു മാസ് ഗെറ്റപ്പിലെത്തുന്ന ഈ സിനിമ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ജൂലൈ മാസം 9 സിനിമ തിയേറ്ററുകളിലെത്തും. അടുത്ത മൂവി ബാച്ചിലർ പാർട്ടി സ്പിരിച്വൽ സ്വീക്കൽ. അമൽ നീരദിന്റെ സംവിധാനത്തിൽ നസ്ലിൻ, ടോവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ, സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ഷറഫുദ്ദീൻ എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന് സമാനമായ റോളിലാണ് ടോവിനോ തോമസ് എത്തുന്നതെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അമൽ നീരദ് പ്രൊഡക്ഷൻസിനൊപ്പം ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സും അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ബാച്ചിലർ പാർട്ടിയുടെ രണ്ടാം ഭാഗമായിട്ടല്ല സിനിമ വരുന്നത്. പകരം ആദ്യത്തെ സിനിമയുടെ അതേ മൂഡ് സ്റ്റൈലും നിലനിർത്തിക്കൊണ്ടാണ് പുതിയ സിനിമ വരുന്നതെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഓഗസ്റ്റ് മാസം ചിത്രം തിയേറ്ററുകളിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി അതിരടി. അരുൺ അനിരുദ്ധൻ സംവിധാനത്തിൽ ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിന്നി ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒരു ആക്ഷൻ എന്റർടൈൻമെന്റ് ചിത്രമാണ് അതിരടി. ഡോക്ടർ അനന്തു എസും ബേസിൽ ജോസഫും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒത്തുപോകാൻ കഴിയാത്ത രണ്ടുപേർക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം. 2026 മെയ് മാസം 14 ചിത്രം തിയേറ്ററുകളിലെത്തും. അടുത്ത മൂവി ഐ നോബഡി. പൃഥ്വിരാജിനെ നായകനാക്കി നിസാം ബഷീർ സംവിധാനം ചെയ്യുന്നൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് ഐ നോബഡി. കെട്ടിയോളാന്റെ മാലാക, റോഷക് എന്നീ ചിത്രങ്ങളാണ് നിസാം ബഷീറിന്റെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ. പൃഥ്വിരാജ് സുമാനെ കൂടാതെ പാർവതി തിരോവത്ത്, അശോകൻ, മധുപാൽ, ഹക്കീം ഷാജഹാൻ, ലുക്മാൻ, അവറാൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മലയാള സിനിമയിൽ ഇതുവരെ പരീക്ഷിക്കാത്ത വേറിട്ടൊരു നിർമ്മാണ ശൈലിയാണ് ഈ ചിത്രത്തിനെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുടുംബ ബന്ധങ്ങൾക്കും ആക്ഷനും തുല്യ പ്രാധാന്യം നൽകിയാണ് ഈ ചിത്രം അണിയിച്ചൊരുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. E4 എന്റർടൈൻമെന്റ്സും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെയും ബാനറിൽ സുപ്രിയ മേനോനും മുകേഷ് ആർ മേത്തയും CV സാരഥിയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. 2026 മാർച്ച് മാസം 20 ചിത്രം തിയേറ്ററിലെത്തും. അടുത്ത മൂവി പള്ളിച്ചട്ടമ്പി. ടോവിനോ തോമസിനെ നായകനാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് പള്ളിച്ചട്ടമ്പി. ഒരു ആക്ഷൻ ഡ്രാമ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഈ മൂവി 1950-60 കാലഘട്ടത്തിലെ കേരളത്തിലെ മലയോര ഗ്രാമങ്ങളിലെ കുടിയേറ്റ കർഷകരുടെ ജീവിതവും അവർ നേരിടുന്ന പോരാട്ടങ്ങളുമാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു കരുത്തനായ കഥാപാത്രത്തെയാണ് ടോവിനോ തോമസ് ഇതിൽ അവതരിപ്പിക്കുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ അതിഥിവേഷത്തിലെത്തുന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കിയിരിക്കുന്നത് S സുരേഷ് ബാബുവാണ്. ടോവിനോ തോമസിനെ കൂടാതെ വിജയരാഘവൻ, സുധീർ കരമന, ബാബുരാജ്, പ്രശാന്ത് അലക്സാണ്ടർ എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. 2026 ഏപ്രിൽ 9 ഈ ചിത്രം തിയേറ്ററുകളിലെത്തും.
അടുത്ത മൂവി പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ. മോഹൻലാലിനെ നായകനാക്കി ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിയെ ആസ്പദമാക്കി മേജർ രവി സംവിധാനം ചെയ്ത മൂവിയാണ് പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ. മോഹൻലാൽ മേജർ രവി കോംബോ മലയാള സിനിമയ്ക്ക് മികച്ച സൈനിക ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. കീർത്തിചക്ര, കുരുക്ഷേത്ര, കാണ്ഡഹാർ, 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്നീ സിനിമകൾക്ക് ശേഷം ഇവർ ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. പ്രസിഡൻഷ്യൽ മൂവീസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ചിത്രം മേജർ രവിയും അനൂപ് മോഹനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഒരു പാൻ ഇന്ത്യൻ റിലീസിനായാണ് ചിത്രം ഒരുങ്ങുന്നത്. ഈ വർഷം പകുതിയോടെ ചിത്രം റിലീസിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി ടോക്സിക്. മലയാളി സംവിധായക ഗീതു മോഹൻദാസിന്റെ സംവിധാനത്തിൽ കന്നഡ താരം യാഷ് നായകനായി എത്തുന്ന ഒരു ആക്ഷൻ അഡ്വഞ്ചർ ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് ടോക്സിക്. യാഷിനെ കൂടാതെ നയൻതാര, കിയാര അദ്വാനി, ഹുമ ഖുറേഷി, രുക്മിണി വസന്ത്, താര സുതാര്യ എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ഗീതു മോഹൻദാസും യാഷും ചേർന്ന് തിരക്കഥയൊരുക്കിയ ചിത്രം KVN പ്രൊഡക്ഷൻസും യാഷിന്റെ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഗോവയുടെ പശ്ചാത്തലത്തിൽ 1940 മുതൽ 1970 വരെയുള്ള കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു ഗ്യാങ്സ്റ്റാർ ആക്ഷൻ ഡ്രാമ ഫിലിമായാണ് ഈ ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഏകദേശം 500 കോടി ചെലവ് വരുന്ന ഈ ചിത്രത്തിൽ യാഷ് 50 കോടി പ്രതിഫലം വാങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. പ്രീ റിലീസ് ബിസിനസ്സിലൂടെ 600 കോടിയോളം രൂപ സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കന്നഡ, ഹിന്ദി, തെലുങ്കു, തമിഴ്, മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിൽ 2026 ജൂൺ മാസം 4 ചിത്രം തിയേറ്ററുകളിലെത്തും. അടുത്ത മൂവി ദുരന്തർ 2 ദ റിവഞ്ച്. രൺവീർ സിംഗിനെ നായകനാക്കി ആദിത്യധർ സംവിധാനം ചെയ്യുന്ന മൂവിയാണ് ദുരന്തർ 2 ദ റിവഞ്ച്. രൺവീർ സിംഗിനൊപ്പം R മാധവൻ, സഞ്ജയ് ദത്ത്, അർജുൻ രാംപാൽ, അക്ഷയ് ഖന്ന, സാറ അർജുൻ എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. 2008 മുംബൈ ഭീകരാക്രമണം, 1999 വിമാന റാഞ്ചൽ, 2001 പാർലമെന്റ് ആക്രമണം തുടങ്ങിയ യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 250 കോടി രൂപ ചിലവ് വരുന്ന ചിത്രത്തിന് ഡിജിറ്റൽ, സാറ്റലൈറ്റ്, മ്യൂസിക് എന്നിവയിലൂടെ ഏകദേശം 245 കോടി രൂപ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹിന്ദി, തെലുങ്കു, തമിഴ്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ 2026 മാർച്ച് 19 മുതൽ ഈ സിനിമ തിയേറ്ററുകളിലെത്തും.